അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, 2026 ജനുവരി 1 ഈ ഉള്ളവൻ ഈ സംസാരം നിർവഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 2025 കഴിഞ്ഞു, ഒരു പുതിയ വർഷത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഗൗരവതരമായ ചില കാര്യങ്ങൾ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. പല ആളുകളും പുതുവർഷത്തിൻ്റെ പേര് പറഞ്ഞ് അടിച്ചുപൊളിക്കുകയും ആഹ്ലാദിക്കുകയും പല നിലക്കുമുള്ള നിഷിദ്ധങ്ങളിൽ, തോന്നിവാസങ്ങളിൽ, അധാർമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഇനി വരാനിരിക്കുന്ന വർഷവും അതേപോലെ തന്നെ ഉപയോഗപ്പെടുത്തണമെന്ന് ചിന്തിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദത്തെക്കാളും അതേപോലെയുള്ള അടിച്ചുപൊളിക്കുന്ന അവസ്ഥയേക്കാളുമൊക്കെ വിശ്വാസികൾ പരിഗണിക്കുന്നത് തൻ്റെ കഴിഞ്ഞുപോയ വർഷങ്ങൾ അത് ശരിയായ നിലക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്ന ചിന്തയാണ്. അള്ളാഹുവിനനുസരിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഇനി വല്ല പാകപ്പിഴവുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തം വല്ലതും ഞാൻ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ തയ്യാറാണോ? തുടങ്ങിയ ചിന്തകളാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഗൗരവതരമായിട്ടുള്ളത്. കാരണം നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ദിവസങ്ങളും, ഓരോ ആഴ്ചകളും, മാസങ്ങളും, വർഷങ്ങളും അത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി നൽകുന്ന സമയമാണ്. സത്യത്തിൽ ആയുസ് എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് അല്ലാഹു അവന് നൽകുന്ന സമയമാണ്. എന്തിനു വേണ്ടി? പ്രവർത്തിക്കുവാൻ വേണ്ടി. ഈ ആശയം പരിശുദ്ധ ഖുർആനിലെ 103-ാം അധ്യായം, വളരെ ചെറിയൊരു അധ്യായമാണ്, 3 വചനങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വൽ ആസ്ർ, കാലം തന്നെയാണ് സത്യം. അസുർ എന്ന് പറഞ്ഞാൽ കാലം എന്ന് പറഞ്ഞാൽ മനുഷ്യന് പ്രവർത്തിക്കാൻ വേണ്ടി നൽകപ്പെടുന്ന ആയുസ്, സമയം. ആ സമയത്തെ സത്യം ചെയ്തുകൊണ്ട്, കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരൊക്കെ നഷ്ടത്തിലാണ് എന്നാണ്. കാരണം അവർ സമയത്തെ പാഴാക്കി. സത്യവിശ്വാസം സ്വീകരിക്കുവാനോ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാനോ അധർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനോ അവർ സമയത്തെ ഉപയോഗപ്പെടുത്തിയില്ല. മറിച്ച് സമയത്തെ അവർ അള്ളാഹുവിനെ ധിക്കരിക്കുവാൻ, അള്ളാഹുവിനെ മറക്കുവാൻ, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി തിരഞ്ഞെടുത്തു. അങ്ങനെ ജീവിതത്തെ, സമയത്തെ പാഴാക്കുന്ന മനുഷ്യർ അവരാണ് ഏറ്റവും വലിയ നഷ്ടത്തിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നാൽ ഈ നഷ്ടത്തിൽ നിന്ന് കരകയറുന്ന ആളുകളുടെ സ്വഭാവം ഉടനെ തന്നെ അള്ളാഹു പറയുന്നുണ്ട് 3-ാമത്തെ വചനത്തിൽ, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരൊഴികെ, അതേപോലെ തന്നെ സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുന്നവരൊഴികെ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ സമയത്തെ പാഴാക്കുന്നില്ല, ആയുസ്സിനെ, കാലത്തെ പാഴാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ നഷ്ടക്കാരല്ല. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകുന്ന സമയം, ഓരോ ദിവസവും ഓരോ വർഷവും അത് നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ചിന്ത ആ ദിവസത്തെ, ആ വർഷത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നാണ്. അത് ഉപയോഗപ്പെടുത്തേണ്ടത് പ്രധാനമായും ഈ 4 അടിസ്ഥാന കാര്യങ്ങളിലാണ്. 1, ഈമാൻ, സത്യവിശ്വാസം. നമ്മുടെ വിശ്വാസം ശരിയാണോ? അള്ളാഹുവിലും പരലോകത്തിലുമെല്ലാമുള്ള നമ്മുടെ വിശ്വാസം അത് ഊട്ടി ഉറപ്പിക്കുകയും വിശ്വാസകാര്യങ്ങൾ പഠിക്കുകയും അതിൽ പോരായ്മകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ അത് തിരുത്തുകയും എന്നിട്ട് സുഭദ്രമായ, സുദൃഢമായ ഒരു വിശ്വാസം കെട്ടിപ്പടുക്കുകയും ചെയ്യുക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഇതാണ് നമുക്ക് ഓരോ പുതിയ ദിവസങ്ങളിലും വർഷങ്ങളിലും ചെയ്യാനുള്ളത്. അതേപോലെ തന്നെ വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം, ധാരാളമായി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം. ലഭിക്കുന്ന അവസരങ്ങളെ, സമയങ്ങളെ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ് നാം ഉപയോഗപ്പെടുത്തേണ്ടത്. അതേപോലെ തന്നെ വതവാസൗ ബിൽ ഹഖ്, നാം മനസ്സിലാക്കിയ മഹാസത്യം മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം, ജനങ്ങൾക്ക് സത്യം ബോധിപ്പിച്ചു കൊടുക്കണം, അവരെ സത്യത്തിലേക്ക് ക്ഷണിക്കണം, അധർമ്മത്തിൽ നിന്ന്, തിന്മകളിൽ നിന്ന് മനുഷ്യരെ തടയണം. ഇങ്ങനെ ജനങ്ങൾക്ക് സത്യസന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയായി നമ്മൾ കരുതണം.
നമുക്ക് ലഭിക്കുന്ന ആയുസ്സിനെ, സമയത്തെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, നന്മകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം. വതവാസൗ ബിസ്സബ്ർ, അതേപോലെ തന്നെ ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കണം. എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അടിയുറച്ച് ജീവിക്കുമ്പോൾ, സത്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, തിന്മകളിൽ നിന്ന് ജനങ്ങളെ തടയുമ്പോൾ അവിടെ പരീക്ഷണങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. അത്തരം പരീക്ഷണങ്ങളിലും പ്രയാസങ്ങളിലും ക്ഷമിക്കുക എന്ന വലിയ തത്വം, ക്ഷമയാണ് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനമെന്ന തത്വം കാലത്തെ, സമയത്തെ ഉപയോഗപ്പെടുത്തുവാൻ നാം ഉപയോഗിക്കേണ്ടുന്ന ആയുധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷമയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇപ്രകാരം സമയത്തെ ഫലപ്രദമായി ഉപയോഗിച്ചാൽ മനുഷ്യർ വിജയിച്ചു എന്നും അല്ലാത്തവർ നഷ്ടത്തിലാണ് എന്നുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഏതൊരു പുതിയ വർഷവും നമ്മെ സംബന്ധിച്ചിടത്തോളം നന്മയിൽ ഉപയോഗിക്കുവാൻ വേണ്ടിയുള്ള അവസരങ്ങളാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങി എഴുന്നേറ്റാൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, വിശ്വാസികളായ മുഴുവൻ ആളുകളോടും അങ്ങനെ പ്രാർത്ഥിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്താണത്? അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിനാണ്. അല്ലദീ ആഫാനി ഫി ജസദി, അവൻ എൻ്റെ ശരീരത്തിന് സൗഖ്യം നൽകിയിരിക്കുന്നു. വറദ്ദ അലയ്യ റൂഹി, എൻ്റെ ആത്മാവിനെ അവൻ ഉറങ്ങുമ്പോൾ പിടിച്ചെടുത്തിരുന്നു, പക്ഷേ അതിനെനിക്ക് തിരിച്ചു തന്നു. വ അദ്നലി ബിദിക്രി, എനിക്ക് അള്ളാഹു അവനെ ഓർക്കുവാൻ വേണ്ടിയുള്ള അവസരം, അനുവാദം നൽകിയിരിക്കുന്നു. അപ്പോൾ ഓരോ പുതിയ ദിവസവും അള്ളാഹുവിനെ ഓർക്കുവാൻ വേണ്ടിയുള്ള അവസരമാണ് എന്നാണ്. അതിനാണ് ആത്മാവിനെ നമുക്ക് തിരിച്ചു തരുന്നത്. ആത്മാവിനെ അള്ളാഹു പിടിച്ചു വച്ചിരുന്നെങ്കിൽ ആർക്കും അത് നമുക്ക് തിരിച്ചു നൽകാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ആത്മാവിനെ തിരിച്ചു തന്നു, ജീവൻ നമുക്ക് നിലനിർത്തി തന്നു, നമ്മെ രാവിലെ എഴുന്നേൽപ്പിച്ചു. എന്തിനാണത്? വ അദ്നലി ബിദിക്രിഹി, അള്ളാഹുവിനെ ഓർക്കാനാണ്, അധർമ്മങ്ങൾ ചെയ്യാനല്ല, തിന്മകൾ ചെയ്യാനല്ല. അള്ളാഹുവിനെ ഓർത്ത് അവന് പറയുന്നതനുസരിച്ച് ജീവിക്കാനാണ് ഓരോ ദിവസവും അള്ളാഹു നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്ത എപ്പോഴും ഓരോ ദിവസവും പുതിയ കർമ്മങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുകയാണ് വേണ്ടത്. ഇന്നലകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം പുതിയ ദിവസങ്ങൾ. കൂടുതൽ നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം, തിന്മകളിൽ നിന്ന് കൂടുതൽ അകന്നു നിൽക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മൾ പരിശോധിക്കുക നമ്മുടെ കഴിഞ്ഞുപോയ ദിവസങ്ങളെ, വർഷങ്ങളെ. അതിൽ പാകപ്പിഴവുകളും തെറ്റുകളും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ തൗബ ചെയ്യുകയാണ് വേണ്ടത്. പരിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിലെ 70-71 വചനങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇല്ലാ മൻ താബ വ ആമന വ അമില സാലിഹൻ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറർ റഹീമ വമൻ താബ വ അമില സാലിഹൻ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ. തൗബ ചെയ്യുക, പശ്ചാത്തപിക്കുക, വിശ്വാസം ശരിയാക്കുക, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക. എങ്കിൽ അവരുടെ തിന്മകളെ അള്ളാഹു നന്മകളാക്കി മാറ്റിക്കൊടുക്കും. എന്ന് പറഞ്ഞാൽ അവർ നേരത്തെ തിന്മകളാണ് ചെയ്തിരുന്നതെങ്കിൽ പിന്നീട് അവർക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങളായിരിക്കും. അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. വമൻ താബ വഅമില സാലിഹൻ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ. പശ്ചാത്തപിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ അവരാണ് യഥാർത്ഥ പശ്ചാത്താപത്തിൻ്റെ ആളുകൾ. അപ്പോൾ പശ്ചാത്തപിക്കുക, വിശ്വാസം ശരിയാക്കുക, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക. കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ വന്ന വീഴ്ചകളിൽ, അബദ്ധങ്ങളിൽ റഹ്മാനായ റബ്ബിനോട് പൊറുക്കലിനെ തേടുക. അതേപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ഭാവിയിൽ ധാരാളമായി ചെയ്യുക. അങ്ങനെ കഴിഞ്ഞുപോയ വർഷങ്ങളിലെ തെറ്റുകളെ തിരുത്തിക്കൊണ്ടും പുതിയ ദിവസങ്ങളിൽ കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ടുമാണ് മുന്നോട്ട് പോകേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണം എപ്പോഴാണ് നമ്മെ പിടികൂടുക, എപ്പോഴാണ് നമ്മുടെ അടുക്കിലേക്ക് വരിക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷ, അള്ളാഹുവിൻ്റെ പിടുത്തം ഏത് സമയത്തും വരാം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തു സുമറിലെ 54 മുതൽക്കുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വ അനീബു ഇലാ റബ്ബിക്കും വ അസ്ലിമു ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു സുമ്മ ലാ തുൻസറൂൻ. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിലേക്ക് ഖേദിച്ചു മടങ്ങുക, വിനയാന്വിതരായി വിനയപ്പെട്ട് മടങ്ങുക, അവന് കീഴൊതുങ്ങുക. നിങ്ങൾക്കൊരു ശിക്ഷ വരുന്നതിന് മുമ്പ് പിന്നീട് നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല. വത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു ബഗ്തതൻ വ അൻതും ലാ തശ്ഉറൂൻ. നിങ്ങളിലേക്ക് പെട്ടെന്ന് നിങ്ങൾ അറിയാതെ ശിക്ഷ വരുന്നതിന് മുമ്പ് അള്ളാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്ന ഏറ്റവും നല്ല വേദഗ്രന്ഥമായ ഖുർആനിനെ നിങ്ങൾ പിൻപറ്റുക. എന്തിനാണത്? നിങ്ങളുടെ സമയവും ആയുസ്സും നഷ്ടപ്പെട്ട് നിങ്ങൾ മരണപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഖിയാമത്ത് നാളിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ പറയാതിരിക്കാൻ. അൻ തഖൂല നഫ്സുൻ യാ ഹസ്റത അലാ മാ ഫറത്തു ഫീ ജംബില്ലാ വ ഇൻ കുൻതു ലമിനസ് സാഖിരീൻ ഔ തഖൂല ലൗ അന്നല്ലാഹ ഹദാനി ലകുൻതു മിനൽ മുത്തഖീൻ ഔ തഖൂല ഹീന തറൽ അദാബ ലൗ അന്ന ലീ കറതൻ ഫഅകൂന മിനൽ മുഹ്സിനീൻ. നിങ്ങൾ പറയാതിരിക്കാൻ, എൻ്റെ നാശമേ, അതല്ലെങ്കിൽ എന്തൊരു നഷ്ടമാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത്, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഞാൻ വീഴ്ച വരുത്തിയല്ലോ, ഞാൻ നഷ്ടക്കാരിൽ പെട്ടുപോയല്ലോ എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ.
അല്ലെങ്കിൽ അള്ളാഹു എനിക്ക് മാർഗദർശനം നൽകിയിരുന്നെങ്കിൽ ഞാൻ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുമായിരുന്നു എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് ഒരു അവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നന്നാകുമായിരുന്നു എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ. എന്ന് പറഞ്ഞാൽ മരണശേഷം അതല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് ഒരവസരം കൂടി ചോദിച്ചാൽ ആ അവസരം ലഭിക്കുകയില്ല. അപ്പോൾ ഖേദിച്ചിട്ട് കാര്യമില്ല. അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന് കീഴൊതുങ്ങുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ള പരിശുദ്ധ ഖുർആനും മറ്റു മതത്തിൻ്റെ ഉന്നതമായ മൂല്യങ്ങളേറിയ നിയമങ്ങളും അതിനെ ജീവിതത്തിൽ പാലിക്കുകയും അള്ളാഹുവിന് കീഴൊതുങ്ങുകയും അങ്ങനെ നല്ല മനുഷ്യരായി തൗബ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വിജയത്തിൻ്റെ മാനദണ്ഡം. ഇല്ല എങ്കിൽ സമയം പാഴാക്കിയതിൻ്റെ പേരിൽ, സമയം നഷ്ടപ്പെടുത്തിയതിൻ്റെ പേരിൽ മനുഷ്യർ ദുഃഖിക്കും, ഖേദിക്കും. ആ സന്ദർഭത്തിൽ ഖേദിച്ചിട്ട് കാര്യമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് സമയത്തെ ഫലപ്രദമായി വിനിയോഗപ്പെടുത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഖിയാമത്ത് നാളിൽ മാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ അർബഇ ഖിസാലിൻ. 4 കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടാതെ ഒരു അടിമയുടെ കാല് ഖിയാമത്ത് നാളിൽ മുന്നോട്ട് വെക്കാൻ കഴിയില്ല. ഒന്ന് അൻ ഉമരിഹി, അവൻ്റെ ആയുസ്സിനെക്കുറിച്ച് ചോദിക്കും. ഫീമ അഫ്ന, എന്തിനാണ് ആയുസ് ചെലവഴിച്ചത്. വ അൻ ഷബാബിഹി ഫീമ അബ്ല, യുവത്വത്തെക്കുറിച്ച് ചോദിക്കും. എന്തിനാണ് യുവത്വം ഉപയോഗപ്പെടുത്തിയത്. വാൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു, എവിടെ നിന്ന് സമ്പാദിച്ചു, എന്തിന് ചെലവഴിച്ചു എന്ന് ചോദിക്കും. വാൻ ഇൽമിഹി ഫീമ അമില ഫീ, നേടിയ അറിവ് എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ആയുസ്സിനെക്കുറിച്ച് മൊത്തത്തിൽ ചോദിക്കും, യുവത്വത്തെക്കുറിച്ച് പ്രത്യേകം ചോദിക്കും, നമ്മുടെ സമ്പാദ്യം ഉപജീവനത്തെക്കുറിച്ച് ചോദിക്കും, നാം നേടിയ അറിവിനെക്കുറിച്ച് ചോദിക്കും. ഇതിനൊക്കെ മറുപടി പറയാൻ കഴിയണമെങ്കിൽ ആയുസ്സിനെ, യുവത്വത്തെ, സമ്പത്തിനെ എല്ലാം, അറിവിനെയെല്ലാം നമ്മൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിക്ക് ഉപദേശം നൽകുന്ന കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പുള്ള 5 കാര്യങ്ങളെ വ്യക്തമായി കൃത്യമായി ഉപയോഗപ്പെടുത്തണമെന്നാണ്. അതിലൊന്ന് ഷബാബക ഖബ്ല ഹറമിക്, വസിഹതക ഖബ്ല സഖമിക്, വഗിനാക ഖബ്ല ഫഖരിക്, വഫറാഗക ഖബ്ല ശുഗ്ലിക്, വഹയാതക ഖബ്ല മൗതിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിനക്ക് വാർദ്ധക്യം വരുന്നതിന് മുമ്പുള്ള യുവത്വവും, നിനക്ക് രോഗം വരുന്നതിന് മുമ്പുള്ള ആരോഗ്യവും, നിനക്ക് ദാരിദ്ര്യം വരുന്നതിന് മുമ്പുള്ള സമ്പന്നാവസ്ഥയും, നിനക്ക് വളരെയധികം തിരക്കുകൾ വരുന്നതിന് മുമ്പുള്ള നിൻ്റെ ഒഴിവ് സമയവും, മരണം വരുന്നതിന് മുമ്പുള്ള നിൻ്റെ ജീവിതവും. അതാണ് വഹയാതക ഖബ്ല മൗതിക്, മരണം വരുന്നതിന് മുമ്പുള്ള നിൻ്റെ ജീവിതത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കോ എന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാം മറന്ന് യാതൊരു ബോധവുമില്ലാതെ കുറേ ദിവസങ്ങൾ ലഭിക്കുന്നതിലൊക്കെ ആഹ്ലാദിച്ചും അധർമ്മങ്ങൾ ചെയ്തും മദ്യപിച്ചും ലഹരികൾ ഉപയോഗിച്ചും തോന്നിവാസങ്ങൾ പ്രവർത്തിച്ചും അടിച്ചു പൊളിക്കേണ്ടവരല്ല വിശ്വാസികൾ. മറിച്ച് നാം ഗൗരവപൂർവ്വം ജീവിതത്തെ കാണണം. ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ സെക്കൻഡുകളെയും മിനിറ്റുകളെയും ഗൗരവത്തിൽ കാണണം. ഓരോ മിനിറ്റും ഓരോ സെക്കൻഡുകളും ഓരോ ദിവസങ്ങളും അധികരിച്ച് ലഭിച്ചാൽ അത് വലിയ അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ദിവസത്തെ സമയത്തെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുവാനും അവനെ അനുസരിക്കുവാനും പ്രവാചകൻ്റെ സുന്നത്തുകൾ പിൻപറ്റുവാനുമാണ് നാം ഉപയോഗപ്പെടുത്തേണ്ടത്. ഹറാമുകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാനുള്ള ദൃഢപ്രതിജ്ഞകളാണ് നമുക്ക് വേണ്ടത്. കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളിൽ സംഭവിച്ചു പോയ പാകപ്പിഴവുകൾ പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് തൗബ ചെയ്യുകയാണ് നാം വേണ്ടത്. ആ നിലക്ക് വേണം നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താനെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.